നമ്മൾ സാധാരണ കടലയല്ലേ കറി വെച്ച് നോക്കാറ്. നിങ്ങൾ ഇതുപോലെ ചെറുപയർ കറി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കറി വെച്ചിട്ട് ഒന്ന് നോക്കട്ടെ. നമ്മളുണ്ടല്ലോ അപ്പത്തിനും പുട്ടിനും മാത്രമല്ല ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ കൂട്ടാനായിട്ട് അടിപൊളി പയറേറിയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ലാണ്ട് നല്ല ചൂട് കഞ്ഞിക്കൊപ്പം നല്ല പപ്പടം പൊരിച്ചിട്ടുണ്ടെങ്കിൽ ചോറിന് അടിപൊളിയാണ്. വേറൊരു കറി വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ പയറ് കറി വെച്ച് കാണിച്ചു തരാമോ, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ ഞാനിപ്പം ഇന്നലെ രാത്രി ഈ പറഞ്ഞ പോലെ ചെറുപയർ വെള്ളത്തിടാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ രാവിലെ 8 മണിയായപ്പോഴായിട്ട് ഓർത്തത്. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് കാസറോളിലേക്ക് ചെറുപയർ അങ്ങോട്ട് വാരിയിട്ടിട്ട് നല്ല ചൂടുവെള്ളമില്ലേ, ആ ചൂടുവെള്ളം അങ്ങോട്ട് എടുത്ത് ഒഴിച്ചിട്ട് കാസറോൾ ഒരു അരമണിക്കൂർ നേരം അങ്ങ് അടച്ച് വെച്ചു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കടലയും പയറൊക്കെ ചിലപ്പം തലേന്നൊക്കെ വെള്ളത്തിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ ഓർക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് നേരം നല്ല ചൂടുവെള്ളം അങ്ങോട്ട് എടുത്ത് ഒഴിച്ചിട്ട് കാസറോൾ അടച്ചങ്ങ് വെച്ചാൽ മതി. പെട്ടെന്ന് അങ്ങോട്ട് ആയി കിട്ടും. ഇപ്പോൾ കാസറോൾ തന്നെ വേണമെന്നില്ല, സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി. എയർ ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് ഒരു അരമണിക്കൂറും കൊണ്ട് തന്നെ നമുക്കങ്ങ് കുതിർന്ന് കിട്ടും. ഇപ്പോൾ തലേന്ന് വെള്ളത്തിട്ടില്ല എന്ന് വെച്ചാൽ മറന്നു എന്ന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനത് കാസറോളിൽ ഇട്ടേക്കുന്നത് കാണിച്ചു തന്നെ. അപ്പോൾ ആ കറി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാവേ. അപ്പോൾ ഈ കറിയിലേക്ക് ഞാനിപ്പം കുക്കറിലാട്ടോ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ 5 മിനിറ്റ് മതി, കുക്കറിൽ പെട്ടെന്ന് അങ്ങോട്ട് ആയി കിട്ടുമല്ലോ. അപ്പോൾ ഞാനിപ്പം ഫസ്റ്റിൽ തന്നെ എണ്ണ ഒഴിച്ചും ചൂടായി വന്നു കഴിഞ്ഞപ്പം ഒരു സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് വയന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഉണ്ടല്ലോ ഈ നമ്മൾ സാധാരണ കടലക്കറി വെക്കുന്ന പോലെ തന്നെ അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർക്കാറില്ലേ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളൊരു 1.5 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ മല്ലിപ്പൊടിയും അതിൻ്റെ കൂട്ടത്തിൽ എരിവിന് പാകത്തിന് നിങ്ങൾ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ചിക്കൻ മസാലയുടെ പൗഡർ ഉണ്ടെങ്കിൽ ഇട്ടോ. അപ്പോൾ ഞാനിപ്പം ഗ്രാമ്പു വിലക്ക പട്ട പൊടിച്ചേക്കുന്ന പൗഡറില്ലേ, മീറ്റ് മസാലപ്പൊടി, അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ആ സവാളയിലും എണ്ണയിൽ കിടന്നിട്ട് ഈ മല്ലിയുടെ കുത്തൊക്കെ ഒന്ന് മാറി വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ വറുത്ത് കൊടുക്കണം. നമ്മൾ സാധാരണ ഇറച്ചിക്കറിയൊക്കെ വെക്കത്തില്ലേ, അതുപോലെ തന്നെയാണ്. അത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇതിങ്ങനെ രാവിലെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് വേറെ ചോറിന് കറി ഉണ്ടാക്കില്ല എന്ന് വെച്ചാൽ ഇത് മതി. പപ്പടം പൊരിച്ചതിൻ്റെ കൂടുതൽ അടിപൊളി കറിയാണ് കേട്ടോ. എന്നിട്ട് വയറ്റി കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു പടി തക്കാളി ഉണ്ടെങ്കിൽ ആ തക്കാളിയും കൂടി ഒന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് അതും കൂടി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്നും വയറ്റി കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് വയന്ന് വന്നു കഴിയുമ്പം നമ്മളവിടെ കഴുകി വാരി കുതിർത്ത് വെച്ചേക്കുന്ന നമ്മുടെ ചെറുപയറുണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് അങ്ങോട്ട് കൊട്ടാവേ. കൊട്ടിയിട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വയറ്റി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വെള്ളം എന്തോരാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 2 ഗ്ലാസോളം വെള്ളമാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കുക. ഇതിന് ശേഷം ഞാനിപ്പോൾ ഒരു 5 വിസിൽ അടുപ്പിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 5 വിസിൽ അടുപ്പിച്ചിട്ട് ഓഫ് ചെയ്തിട്ടിട്ട് തുറന്നപ്പം ഏകദേശം നല്ല രീതിയിൽ തന്നെ പയറൊക്കെ ഒന്നങ്ങോട്ട് വെന്ത് നല്ല രീതിയിൽ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഉടഞ്ഞില്ലെങ്കിൽ നിങ്ങളൊരു തവി വെച്ചിട്ട് ജസ്റ്റ് എന്തുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ട് ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് താളിക്കാനായിട്ടൊന്ന് കൊട്ടാവേ. അപ്പോൾ ഞാൻ കൊട്ടാനായിട്ട് ഞാനിപ്പം ആ ഒരു ചീഞ്ചട്ടിയിലേക്ക് തന്നെ കുറച്ച് കടുക് ഒന്നെടുത്ത് അങ്ങോട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടിയിട്ട് അതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 1-2 വറ്റൽമുളക് കൂടെ ഇട്ടൊന്ന് പൊടിക്കുക കേട്ടോ. എന്നിട്ടുണ്ടല്ലോ നമ്മൾ ആ ചിക്കൻ മസാലയുടെ പൗഡറോ മറ്റേ മീറ്റ് മസാലയുടെ ഒക്കെ പൗഡർ ഉണ്ടല്ലോ, ഗ്രാമ്പുവിലൊക്കെ പട്ട പൊടിച്ചത്, അതിൻ്റെ ആ പൊടി ഉണ്ടെങ്കിൽ ഒരു 1/2 സ്പൂണും കൂടെ താളിക്കുമ്പോൾ ഒന്ന് ചേർത്തെടുത്ത് കൊടുക്കുക. എന്നാലാണ് നമുക്ക് ആ കറിക്ക് നല്ലൊരു മണം കിട്ടും കേട്ടോ. മസാലയുടെ ഒരു പ്രത്യേക ഒരു മണം കിട്ടും. എന്നിട്ട് ഞാനിപ്പം ആ വേവിച്ച് ചേക്കുന്ന കറി എന്ത് ജസ്റ്റ് ഇതിനകത്തേക്ക് ഒന്ന് പൊട്ടിയിട്ട് ഒരു കുഞ്ഞു തിള വന്നിട്ട് ജസ്റ്റ് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല കൊഴുപ്പുണ്ട്, നല്ല കുറിയ അടിപൊളി കറിയാണ്. അപ്പം അപ്പത്തിനും പുട്ടിനും മാത്രമല്ല ഉച്ചയ്ക്ക് ചോറിനും എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം വളരെ ഷെയർ ചെയ്യുക. ഇതുപോലെ ടിപ്സ് വീഡിയോസ് 2 പേജ് ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കില്ല കേട്ടോ.